നമസ്കാരം, VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ VC മനോജ്. ആദ്യം പ്രധാന വാർത്തകൾ. വടക്കാഞ്ചേരിയിൽ വീടിന്റെ പിൻഭാഗം ഇടിഞ്ഞു വീണ് യുവതി ഉൾപ്പെടെ താഴ്ചയിലേക്ക് പതിച്ചു. ഒഴിവായത് വൻ ദുരന്തം. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MH ഷാനവാസിന്റെ വീട്ടിലാണ് അപകടമുണ്ടായത്. തഹസിൽദാർ ഉൾപ്പെടെയുള്ള റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. തെക്കുംകര കല്ലമ്പല കനാൽ പാലത്തിന്റെ കോൺക്രീറ്റിംഗ് വെള്ളിയാഴ്ച ആരംഭിച്ചു. സേവ്യർ ചിറ്റപ്പള്ളി MLAയുടെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ച് നിർമ്മാണ പുരോഗതി വിലയിരുത്തി. വടക്കാഞ്ചേരി നിയോജകമണ്ഡലം MLA ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 45.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കനാൽ പാലം നിർമ്മിക്കുന്നത്. പട്ടയമേളയ്ക്കായി കാത്തുനിന്നില്ല. അത്യാസന്ന നിലയിൽ കഴിയുന്ന റോസിക്ക് ആശുപത്രിയിലെത്തി പട്ടയം കൈമാറി തഹസിൽദാർ. കാഞ്ഞിരക്കോട് കൊടുമ്പ് സ്വദേശിയായ പള്ളിക്കുന്നത്ത് വീട്ടിൽ 67 വയസ്സുള്ള റോസിക്കാണ് മെഡിക്കൽ കോളേജിലെത്തി തഹസിൽദാർ പട്ടയം കൈമാറിയത്. മച്ചാട് VNMM ഗവൺമെന്റ് HSS സ്കൂളിൽ പഠിപ്പ് മുടക്കിയതിന്റെ പേരിൽ പുറമേ നിന്നുള്ള SFI വിദ്യാർത്ഥികൾ സ്കൂളിൽ കയറി മുദ്രാവാക്യം വിളിക്കുകയും SFIയുടെ പതാക സ്കൂൾ കുട്ടികളെ കൊണ്ട് പിടിപ്പിക്കുകയും പഠിപ്പ് മുടക്കാൻ ആഹ്വാനം ചെയ്യുകയും സമരത്തിൽ പങ്കെടുക്കാത്ത കുട്ടികളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തം. BJP യൂത്ത് കോൺഗ്രസ് നേതാക്കൾ സ്കൂളിലെത്തി പ്രതിഷേധം അറിയിച്ചു. നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് BJPയും യൂത്ത് കോൺഗ്രസും. എളനാട് തൃശൂർ റൂട്ടിലോടുന്ന ശ്രീപത്മം ബസ്സിലെ ജീവനക്കാർക്കെതിരെ ഗുരുതര ആരോപണവുമായി പങ്ങാരപ്പള്ളി സ്വദേശി രംഗത്ത്. വെള്ളിയാഴ്ച രാവിലെ 8:30 സംഭവം. എളനാട് തൃശൂർ റൂട്ടിലോടുന്ന ശ്രീപത്മം ബസ്സിലെ ജീവനക്കാർക്കെതിരെയാണ് പരാതി.